ഹായ് മുത്തുകളെ സത്തുകളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകൾ അറക്കലിൻ്റെ മനക്കിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്, രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ ക്രമീകരണമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിൽ എന്ത് സാധനം കൂടിയാലും പ്രശ്നമാണ്, എന്ത് സാധനം കുറഞ്ഞാലും പ്രശ്നമാണ്. അത് ഇനി കാൽഷ്യം എന്നല്ല, ഗ്ലൂക്കോസ് എന്നല്ല, എന്താണെന്നുണ്ടെങ്കിലും കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ സാർ ബുദ്ധി കൂടിയാൽ പ്രശ്നമുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. ഓക്കെ, അപ്പോൾ എന്തും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോർമൽ ലെവലിൽ എപ്പോഴും പിടിച്ചു നിർത്തണം. ഇതാണ് നമ്മളെ പരിപാടി. ഓക്കെ, അപ്പോൾ റെഗുലേഷൻ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്, രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ ക്രമീകരണം. അപ്പോൾ കാൽഷ്യം കൂടാനും പാടില്ല, കുറയാനും പാടില്ല, നോർമൽ ലെവലിൽ നിർത്തണം. അപ്പോൾ നിർത്താൻ ആരെങ്കിലും സഹായിക്കണം. ആര് സഹായിക്കും? പിന്നെ എന്തിനാമത്തെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്? എടാ, കാൽഷ്യത്തിനെ നോർമൽ ലെവലിൽ നിലനിർത്താൻ സഹായിക്കുന്ന രണ്ട് ഹോർമോണുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഒന്ന് പാരാത്തോർമോണും, രണ്ട് കാൽസിട്ടോണിനും. അപ്പോൾ കാൽസിട്ടോണിനും പാരാത്തോർമോണുമാണ് എന്ത് ചെയ്യുന്നത്, കാൽഷ്യത്തിനെ നോർമൽ ലെവലിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, കാൽസ്യം കാൽസി ഒരു കണക്ഷൻ ഉണ്ട്, കാൽസിട്ടോണിനും പാരാത്തോർമോണും. ഇതിൽ ഈ കാൽസിട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡാണ്. എന്നാൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിറകിൽ സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. ആ പാരാതൈറോയിഡ് ഗ്ലാൻഡാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാരാത്തോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാൽസിട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാത്തോർമോണയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാൽഷ്യത്തിൻ്റെ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളുടെ ബോഡിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാൽഷ്യം കൂടി എന്ന് വിചാരിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട അറക്കലിൻ്റെ ബോഡിയിൽ കാൽഷ്യം കൂടി, കുറക്കണം. ആര് വരും? കാൽഷ്യം ഒരാളുടെ ബോഡിയിൽ കൂടിയാൽ അത് കുറക്കാൻ ആര് സഹായിക്കും? കാൽസിട്ടോണിൻ സഹായിക്കും. ആര് സഹായിക്കും? കാൽസിട്ടോണിൻ. അപ്പോൾ ഒരാളുടെ ബോഡിയിൽ കാൽഷ്യം കൂടിയാൽ കുറക്കുന്നത് ആര്? കാൽസിട്ടോണിൻ. ഇനി ഇതേ അറക്കലിൻ്റെ ബോഡിയിൽ കാൽഷ്യം കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് കൂട്ടണം. അത് ആര് സഹായിക്കും? പാരാത്തോർമോൺ സഹായിക്കും. അപ്പോൾ കാൽഷ്യം കൂടിയാൽ കുറക്കുന്നത് കാൽസിട്ടോണിൻ, കാൽഷ്യം കുറഞ്ഞാൽ കൂട്ടുന്നത് പാരാത്തോർമോൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് കൂടിയാൽ കുറക്കുന്നത് കാൽസിട്ടോണിൻ, കുറഞ്ഞാൽ കൂട്ടുന്നത് പാരാത്തോർമോൺ എന്നൊക്കെ പഠിച്ചു പോകും. എന്നിട്ട് അവിടെ എത്തുമ്പോൾ കൂടിയാൽ കുറക്കുന്നത് പാരാത്തോർമോൺ, അയ്യോ പെട്ടുപോകും, കൺഫ്യൂഷൻ വരും. സ്വാഭാവികം, നമ്മൾ മനുഷ്യന്മാരാണ്, ChatGPT ഒന്നുമില്ല, കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനൊരു ബുദ്ധിപരമാറ്റിക് ഐഡിയ ഉണ്ട്. അതായത് നിങ്ങൾ ടോണിക് മെഡിസിൻ കഴിച്ചിട്ടുണ്ടോ? കഫക്കെട്ട്, ജലദോഷം, ചുമ, തുമ്മലൊക്കെ ഉണ്ടാകുമ്പോൾ ടോണിക് മെഡിസിൻ എടുക്കും. ഇപ്പോൾ എനിക്ക് കഫക്കെട്ടുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയൊരു അപാകത. ഓക്കെ, അപ്പോൾ ടോണിക് മെഡിസിൻ ഉപയോഗിക്കാം കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ. ഈ ടോണിക് മെഡിസിൻ എന്തിനാണ്? കൂടിയ കഫക്കെട്ടിനെ കുറക്കാനാണോ, കുറഞ്ഞ കഫക്കെട്ടിനെ കൂട്ടാനാണോ ഉപയോഗിക്കുന്നത്? കൂടിയ കഫക്കെട്ടിനെ കുറക്കാൻ, അല്ലാതെ കൂട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മരുന്ന് കുടിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ കൂടിയതിനെ കുറക്കാൻ എന്തുപയോഗിക്കുന്നു? ടോണിക് ഉപയോഗിക്കുന്നു. കൂടിയതിനെ കുറക്കാൻ ടോണിക് ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ കൂടിയ കാൽഷ്യത്തിനെ കുറക്കാൻ കാൽസിട്ടോണിൻ ഉപയോഗിക്കുന്നു. എങ്ങനെയുണ്ട്? കൂടിയ കഫക്കെട്ടിനെ കുറക്കാൻ ടോണിക് മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ കൂടിയ കാൽഷ്യത്തിനെ കുറക്കാൻ കാൽസിട്ടോണിൻ ഉപയോഗിക്കുന്നു. അപ്പോൾ പിന്നെ കുറഞ്ഞ കാൽഷ്യത്തിനെ കൂട്ടാൻ ആരുപയോഗിക്കണം? പാരാത്തോർമോൺ ഉപയോഗിക്കണം. ഇനി അത് അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി ഒരു അടുത്ത ഡൗട്ട് ഉണ്ടാവും, സാർ എങ്ങനെ കൂട്ടുന്നു, എങ്ങനെ കുറക്കുന്നു? അതൊരു ഡൗട്ടാണ്. അതിന് വഴിയുണ്ട്, പറഞ്ഞു തരാം. പിന്നെ എന്തിനാമത്തെ അറക്കൽ ജീവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ബഹുമാനപ്പെട്ട അറക്കലിൻ്റെ ബോഡിയിൽ കാൽഷ്യം കൂടി, കുറക്കണം. കുറക്കാൻ ആര് വരും? കാൽസിട്ടോണിൻ വരും. കാൽസിട്ടോണിൻ എങ്ങനെ കുറക്കും എന്ന് ചോദിച്ചാൽ, ഇതെന്താ അങ്ങോട്ട് മാറും? ഓക്കെ, കാൽസിട്ടോണിൻ എങ്ങനെ കുറക്കും എന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബോഡിയിൽ ഹൈ കാൽഷ്യമാണ്, എൻ്റെ ബോഡിയിൽ ഭയങ്കരമായ കാൽഷ്യം ഉണ്ട്, തുപ്പിയാൽ വരെ കാൽഷ്യം, എവിടെ നോക്കിയാലും കാൽഷ്യം, എൻ്റെ ബ്ലഡിൽ ആകെ കാൽഷ്യം. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കുറക്കണം. അപ്പോൾ നമ്മൾ ആര് സഹായത്തിന് വിളിക്കും? കാൽസിട്ടോണിനെ സഹായത്തിന് വിളിക്കും. കാൽസിട്ടോണിൻ ചോദിക്കും എന്താ പ്രശ്നം? അപ്പോൾ ഇയാൾ പറയും കാൽഷ്യം കൂടുതലാണ്, എൻ്റെ ബ്ലഡിൽ കാൽഷ്യം കൂടുതലാണ്, എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് തരണം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ബഹുമാനപ്പെട്ട കാൽസിട്ടോണിൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ബ്ലഡിലേക്ക് കാൽഷ്യം വരാൻ സാധ്യതയുള്ള 3 സ്ഥലമുണ്ട്. ഒന്ന് കിഡ്നി, 2 ഇൻറ്റസ്റ്റൈന്, 3 ബോണ്. ഈ 3 സ്ഥലത്ത് നിന്നാണ് ബ്ലഡിലേക്ക് കാൽഷ്യം വരിക. കിഡ്നിയിൽ നിന്നും, ഇൻറ്റസ്റ്റൈനിൽ നിന്നും, ബോണിൽ നിന്നുമാണ് ബ്ലഡിലേക്ക് കാൽഷ്യം വരിക. ഈ 3 റൂട്ട് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ നിന്നും നല്ല രീതിയിൽ എന്ത് വരില്ല? കാൽഷ്യം വരില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ എന്ത് ചെയ്യും? കുറയും. നോക്കൂ, കിഡ്നി എന്ത് ചെയ്യും? കിഡ്നിയിൽ നിന്നും ഇൻഹിബിറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്, കിഡ്നിയിൽ നിന്നും റീഅബ്സോർബ് ചെയ്യുന്ന കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇൻഹിബിറ്റ് ചെയ്യും, അത് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഡിക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം, ഇൻറ്റസ്റ്റൈനിൽ നിന്നും കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യുന്ന ആ പരിപാടി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, കുറക്കും. അപ്പോൾ വീണ്ടും അവിടെ എന്ത് ചെയ്തു? കാൽഷ്യം കുറഞ്ഞു. പിന്നെ ദ ബോണ്, എല്ലിൽ നിന്ന് ഇൻഹിബിറ്റ് ദ മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ബോൺസ് ടു ബ്ലഡ്, എല്ലിൽ നിന്ന് ബ്ലഡിലേക്ക് കാൽഷ്യം ഇങ്ങനെ
മിക്സ് ചെയ്ത് കലരുന്ന ഒരു പരിപാടി ഉണ്ട്, അത് എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. അതായത് ബ്ലഡിലേക്ക് കാൽഷ്യം വരാൻ ചാൻസ് ഉള്ള 3 റൂട്ട് ഉണ്ട്, ആ 3 റൂട്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എന്താണ് അതിൽ ഇൻഡസ്റ്റൈനിലുള്ള അബ്സോർപ്ഷൻ ഒക്കെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യിപ്പിക്കും, കുറക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറച്ച് കൊണ്ടുവരും. എന്നിട്ട് ലോവേഴ്സ് കാൽഷ്യം ഇൻ ബ്ലഡിലെ കാൽഷ്യം കുറച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് നോർമൽ ലെവലിൽ നിർത്തും. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, ഇനി ഇത് നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഒരാളുടെ ബോഡിയിൽ ഇപ്പോൾ നമ്മളെ പ്രിട്ടി മിസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യുവതി, ഈ പ്രിട്ടി മിസ്സിൻ്റെ ബോഡിയിൽ കാൽഷ്യം എന്ത് ചെയ്തു, കാൽഷ്യം കുറഞ്ഞു, തീരെ കാൽഷ്യം ഇല്ല, ബ്ലഡിൽ കാൽഷ്യം ഒരു പൊടിക്ക് പോലും ഇല്ല. കൂട്ടണം. സഹായത്തിന് ആര് വരും, പാരാത്തോർമോൺ വരും. പാരാത്തോർമോൺ ചോദിക്കും എന്താ പ്രശ്നം, അപ്പോൾ അവർ പറയും കാൽഷ്യം വളരെ കുറവാണ്, ബ്ലഡിൽ കാൽഷ്യമേ ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടണം. അപ്പോൾ ബ്ലഡിലേക്ക് കാൽഷ്യം വരാൻ സാധ്യതയുള്ള 3 സ്ഥലമുണ്ട്. ഏതുണ്ട്, കിഡ്നി ഉണ്ട്, ഇൻഡസ്റ്റൈൻ ഉണ്ട്, ബോൺ ഉണ്ട്. അവിടുന്ന് കാൽഷ്യം ഇങ്ങോട്ട് വരുന്ന ആ പരിപാടി എന്ത് ചെയ്യും, കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. നോക്കൂ, ആക്സിലറേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ടു ബ്ലഡ്. കിഡ്നിയിൽ നിന്നും കാൽഷ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിലേക്കുള്ള പുനരാകിരണം, രക്തത്തിലേക്കുള്ള റീഅബ്സോർപ്ഷൻ, രക്തത്തിലേക്ക് അടിച്ചു മാറ്റുന്ന ആ പരിപാടി എന്ത് ചെയ്യുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഇൻഡസ്റ്റൈനിൽ നിന്നും രക്തത്തിലേക്കുള്ള കാൽഷ്യത്തിൻ്റെ ആകിരണത്തെ എന്ത് ചെയ്യും, അതും പ്രൊമോട്ട് ചെയ്യും, അതും ആക്സിലറേറ്റ് ചെയ്യും. ആക്സിലറേറ്റ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ടു ദ ബ്ലഡ്. കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് കൊണ്ടുവരുന്ന, ഇൻഡസ്റ്റൈനിൽ നിന്നും കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അബ്സോർപ്ഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, അതും ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ബോണിൽ നിന്നും കുറേ കാൽഷ്യം എന്ത് ചെയ്യും, ബ്ലഡിലേക്ക് മിക്സ് ചെയ്യും, ബ്ലഡിലേക്ക് കലരും. ആ പരിപാടി എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. സ്റ്റിമുലേറ്റ് ദ മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബോൺസ് ടു ദ ബ്ലഡ്. ബോണിൽ നിന്നും അസ്ഥികളിൽ നിന്നും കാൽഷ്യം, ഫോസ്ഫേറ്റ് ഒക്കെ രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ മാക്സിമം എല്ലാ കാൽഷ്യത്തിനെയും എങ്ങോട്ട് തന്നെ കൊണ്ടുവരും, ബ്ലഡിലേക്ക് തന്നെ കൊണ്ടുവരും. അങ്ങനെ കാൽഷ്യം കുറഞ്ഞ പ്രിട്ടി മിസ്സിൻ്റെ ബോഡിയിൽ എന്ത് കൂട്ടിക്കൊടുക്കും, റൈസസ് ദ കാൽഷ്യം ഇൻ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂട്ടിക്കൊടുക്കും. ഇതാണ് സെറ്റപ്പ്. സംസാ ഹാപ്പി അല്ലേ? അപ്പം ഇനി അടുത്ത ഡൗട്ട് ഉണ്ടാകും, സാർ ഇപ്പോൾ കുറേ നേരമായല്ലോ, കൂടിയാൽ പ്രശ്നമാണ്, കുറഞ്ഞാൽ പ്രശ്നമാണ്, കൂടിയാൽ കാൽസ്യട്ടോണിൻ വന്ന് കുറക്കും, കുറഞ്ഞാൽ എന്താണ് പാരാത്തോർമോൺ വന്ന് കൂട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ നോർമൽ ലെവൽ? ഇതിനൊരു നോർമൽ ലെവലല്ലേ ഉണ്ട്. നോർമൽ ലെവൽ ഇതാ പിടിച്ചോളൂ, 9 to 11 മില്ലിഗ്രാം. ഒരാളുടെ ബോഡിയിലെ കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്, 9 to 11 മില്ലിഗ്രാം. അവിടെ വലിയ മെയിനായിക്കാണ്ട് 9 to 11 ഗ്രാം എന്ന് എഴുതിയാൽ പൊട്ട തെറ്റാട്ടോ. 9 to 11 മില്ലിഗ്രാം എന്ന് എഴുതണം. ആ എമ്മും ജി ഒക്കെ കറക്റ്റ് ഇടണം. നിങ്ങൾക്ക് മില്ലിഗ്രാം ആണോ ഗ്രാമാണോ കൺഫ്യൂഷൻ എങ്കിൽ നിങ്ങൾ 9 to 11 ഇട്ട് പോന്നാൽ മതി. ഏറ്റവും ബെറ്റർ 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നുള്ളത് കറക്റ്റ് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവൽ. ഹാപ്പി അല്ലേ? അങ്ങനെയെങ്കിൽ എൻ്റെ മുത്തുമണികളെ ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തിൽ ഒരു ചോദ്യമാണ്, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് കാൽസ്യട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏത്, ഗ്ലാൻഡ് ഏത്? കാൽസ്യട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഗ്രന്ഥി ഏത് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ പിന്നെ നമ്മളെ നെക്സ്റ്റ് എക്സാം വരുന്നത് December 7 അപ്പോൾ അതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു QR വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്കാൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേഗം രജിസ്റ്റർ ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം മറക്കൽ. ഗുഡ് ബൈ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സീ സൂൺ.